പ്രശാന്ത്, നമസ്കാരം. നമസ്കാരം മാഷെ. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു കൺഫ്യൂഷനിലാണ്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് സമീപകാലത്ത് കേരളത്തിൽ മുഴങ്ങിക്കേട്ട, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് നായാടി മുതൽ നമ്പൂതിരി വരെ. അത് കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഒന്നായി ഏകോപിപ്പിക്കാനുള്ളൊരു ശ്രമം, തീർച്ചയായിട്ടും ജാതിരഹിതമായ ഒരു ഹൈന്ദവ സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള നീക്കം. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളതിനെ കണ്ടത്. കേരളത്തിലെ ദളിതന്മാർ തൊട്ട് ബ്രാഹ്മണന്മാർ വരെയുള്ള എല്ലാ സമുദായത്തെയും ഒന്നിപ്പിക്കാൻ എല്ലാ സമുദായത്തിൻ്റെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു നീക്കമായിരുന്നു അത്. പിന്നീടാണ് പിണറായി വിജയൻ ഒരു നവോത്ഥാന സമിതി ഉണ്ടാക്കിയപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ചെയർമാനായിട്ട് വരികയും ചെയ്തു. ആ വെള്ളാപ്പള്ളി ഇന്ന് ഉയർത്തിയിരിക്കുന്ന ഒരു പുതിയ മുദ്രാവാക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നാണ്. അത് ഉയർത്തുന്ന ഉത്കണ്ഠകൾ, ആശങ്കകൾ വളരെ വലുതാണ്. കാരണം ഹിന്ദു സമൂഹത്തിന് പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെയും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുതിയ ഐക്യമുന്നണിയുടെ ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അത് ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ് ആ ഐക്യമുന്നണിക്ക് പുറത്ത് നിൽക്കേണ്ടി വരിക? വളരെ ആദ്യം എൻ്റെ നോട്ടം എത്തുക, ആരുടെയും നോട്ടം എത്തുക, നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്തൊരു കൂട്ടരേ ഉള്ളൂ ബാക്കി, അത് മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ബാക്കി എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ളൊരു പുതിയ നീക്കമാണ്. അത് ഒട്ടുമേ തന്നെ ജാതിയുടേതോ നവോത്ഥാനത്തിൻ്റെയോ ദൗത്യമല്ല, അതൊരു രാഷ്ട്രീയ ദൗത്യമാണ്. ആ ദൗത്യം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആരുടെ ആശയമാണ്? ആ ആശയം തീർച്ചയായിട്ടും ഉന്നയിക്കേണ്ടിയിരുന്നത്, അത് നടപ്പാക്കേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം BJP ആണ്. കേരളത്തിൽ അത് BJPക്ക് ചെയ്യാനാവില്ല എന്ന് സ്വന്തം മോനും NDAയുടെ കൂടെ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളി തിരിച്ചറിയുന്നുവോ? അപ്പോൾ BJPക്ക് ബദലായി മറ്റൊരു BJPയുടെ സമാന്തരമായ ആശയങ്ങളുമായി മറ്റൊരു BJP, മുഴുവൻ ഹിന്ദുക്കളെയും ഒപ്പം ക്രിസ്ത്യാനികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റിന് വെള്ളാപ്പള്ളി നടേശനെ പോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുയായിയാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ മുന്നോട്ട് പോകുന്നതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ച് പ്രശാന്തിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മാഷേ, എനിക്ക് തോന്നുന്നു അതിനകത്ത് വലിയ ഉത്കണ്ഠയും ആശങ്കയും ഒന്നും വേണ്ട എന്നാണ്. കാരണം അത് രാഷ്ട്രീയമാണ്. മാഷൊന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ, ഏത് സന്ദർഭത്തിൽ, എവിടെ വെച്ച് ഇത് പറഞ്ഞു എന്നുള്ളതും കൂടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഇത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അദ്ദേഹം അങ്ങനെ ഒരു മുസ്ലിം അപരവൽക്കരണം നടത്തിയോ എന്ന് സംശയമാണ്. കാരണം അങ്ങനെ അപരവൽക്കരണം നടത്തിയെങ്കിൽ ആ ശത്രുസ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിനെ നിർത്തണമായിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിനെ നിർത്തിയിട്ടില്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം. എന്നാൽ അതേസമയം ഇടത് വലത് മുന്നണികളെ അതിരൂക്ഷമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ BJPയെ കുറിച്ചും അദ്ദേഹം ഒരക്ഷരം പറഞ്ഞില്ല. പക്ഷെ പറയാതെ പറയുകയാണ്, BJPയെ കൊണ്ട് പറ്റില്ല, ഞാനത് തെളിയിച്ചു തരാം, ഞാനത് കാണിച്ചു തരാം എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. വളരെ കൃത്യമായ രാഷ്ട്രീയമാണത്. ഒരു സാമുദായിക ധ്രുവീകരണം അതിനകത്ത് രാഷ്ട്രീയത്തിലൂടെ കൊണ്ടുവന്ന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അതിനകത്ത് വളരെ പ്രബലമായിട്ട് അതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. അത് പതിവ് പോലെ തന്നെ ഒരു ഈഴവ ഐക്യം, ഈഴവ വോട്ട് ബാങ്ക്, അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ഹിന്ദുക്കളുടെ വോട്ട് ബാങ്ക്, ഹിന്ദുക്കളുടെ വോട്ട്, മറ്റ് സമുദായങ്ങളുടെ കൂടിച്ചേർച്ച, കൂടാതെ അദ്ദേഹം ഇപ്പം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൂടെ അദ്ദേഹം കൂടെ കൂട്ടുകയാണ്. അത് നസ്രാണി എന്നുള്ള പേരിൽ ക്രിസ്ത്യാനിയെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കേരളത്തിലൊരു വോട്ട് ബാങ്ക് ഉണ്ടാകണം. എന്തിന്? ആർക്കെതിരെ? ഈ ഇടതു വലത് മുന്നണികൾക്ക്. അത് വോട്ട് ബാങ്ക് മാത്രം മതി എന്നാണോ? അത് രാഷ്ട്രീയ മൂവ്മെൻ്റായി മാറണം? അതൊരു രാഷ്ട്രീയ മൂവ്മെൻ്റായിട്ട് മാറിയാലല്ലേ അത് വോട്ട് ബാങ്ക് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വരാൻ പോകുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനം വന്നില്ലെങ്കിലും ഇപ്പോഴുള്ള ഏതെങ്കിലുമൊക്കെ പദ്ധതിയിൽ അത് പെടുത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നീക്കത്തിൽ ആ പദ്ധതി കൂടെ പെടാൻ സാധ്യതയില്ലേ? BJP അല്ലാത്ത ആർക്കെങ്കിലും അങ്ങനെ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നിലവിൽ ഈ അദ്ദേഹത്തിൻ്റെ മകൻ നേതൃത്വം നൽകുന്ന BDJS എന്നൊരു പാർട്ടി നിലവിൽ കേരളത്തിലുണ്ട്. അതിന് വലിയ വളർന്ന് പന്തലിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അത് ഏത് നിമിഷവും വളർത്തിയെടുക്കാം എന്നൊരു ധൈര്യം അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ അത് വളരാതിരിക്കുന്നതിൻ്റെ കാരണം അച്ഛൻ തന്നെയല്ലേ? അദ്ദേഹം ഈ കേരളത്തിലെ മുന്നണികളുമായിട്ട്, പ്രത്യേകിച്ച് ഇടതു മുന്നണിയുമായിട്ടൊക്കെ. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് മാഷേ. അവരെ മാത്രം നമ്മൾ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. ഈ BJPയുടെ NDAയുടെ കേരളത്തിലെ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഈ കാര്യത്തിൽ പങ്കുണ്ട്. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം വളരെ കൃത്യമായിട്ട് അദ്ദേഹം SNDP യോഗത്തിൻ്റെ ഒരു നേതൃ ക്യാമ്പ് മൈസൂരുവിൽ നടന്നു.
അതിൻ്റെ സമാപന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് ആരോടാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. വളരെ കൃത്യമായിട്ട് SNDP പ്രവർത്തകരോടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അനിവാര്യതയാണ് നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെടുക എന്നത്. അദ്ദേഹം മുമ്പ് 2004, 2005 ആ കാലത്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നമ്പൂതിരി വരെ ഒരുമിക്കണം. അന്ന് NSSഉം SNDPയും കൂടി ചേർന്ന് വലിയൊരു മൂവ്മെൻ്റൊക്കെ ആരംഭിച്ചതാണ്. പിന്നീട് അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അത് ഒന്ന് പിന്നിലേക്ക് പോയി. വീണ്ടും ഇടയ്ക്ക് ഈ ലീഗിൻ്റെ 5ാം മന്ത്രി വിവാദം വന്നപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു, പിന്നെ ഒന്ന് തണുത്തു. അങ്ങനെയൊക്കെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കലാശിച്ചത് ഈ പറഞ്ഞതുപോലെ 2016. പക്ഷേ പ്രശാന്ത്, ഇത് കേരളത്തിന് പുറത്തു പോയി ഈ വാക്യം പറയുമ്പോൾ ആ വാക്യഘടനയിലെ പുതുമയല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതുമ അതിനില്ല. കാരണം നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നതിന് പകരം BJPയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ കാലമായി മുന്നോട്ട് വെക്കുന്നൊരു മുദ്രാവാക്യമാണ് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി. അത് തന്നെയല്ലേ ഈ പറയുന്നത്. അത് അതിനർത്ഥം കേരളത്തിന് പുറത്തു പോയി BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും ആരോടായാലും മൈസൂരിൽ വെച്ച് അങ്ങനെ പറയുകയും ആലപ്പുഴയിലും കേരളത്തിലും തിരിച്ചു വന്നാൽ അത് പിണറായി വിജയനുമായി ഒത്തുകളിക്കുകയും ചെയ്യുന്ന ഒരു അവസരവാദമായിട്ടല്ലേ ആളുകൾ? അവസരവാദത്തിനേക്കാൾ കൂടുതൽ അതൊരു ശൃഗാല ബുദ്ധിയാണ് മാഷേ, ഒരു കുറുക്കൻ ബുദ്ധിയാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ വെച്ചല്ല പറഞ്ഞത്, കേരളത്തിന് പുറത്തു പോയാണ് പറഞ്ഞത്. കേരളത്തിന് പുറത്തൊരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി പറയുന്നതിന് പകരം അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജാതികളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയെ കൂടെ കൊണ്ട് ചേർത്തു എന്നുള്ളതല്ലേ. അപ്പോൾ അതിനകത്ത് ഈ കൃത്യമായിട്ട് ഈ ജാതി രാഷ്ട്രീയം വളരെയധികം പങ്കുവഹിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇതിനകത്ത് ഈ ഐക്യത്തിൽ ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഐക്യത്തിനകത്തൊരു പ്ലസ് ഇട്ട് നസ്രാണിയെ കൂടെ ചേർത്തിരിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ വാക്കുകളും വളരെ വിലയേറിയതാണ്. അത് കൃത്യമായിട്ട് ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയനെ. അത്ര ബുദ്ധിയുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം നിസ്സാരക്കാരനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കണം. ഇവിടെ അദ്ദേഹം മുസ്ലിങ്ങളുടെ നേരെ അല്ല വിരൽ ചൂണ്ടിയത്. പകരം എന്താ, ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ വെച്ച് ഇടതും വലതും ഇവിടെ മാറി മാറി പ്രീണിപ്പിച്ചുകൊണ്ട് കേരളം ഭരിക്കുകയാണ്. ഇവർ കേരളത്തെ വാസ്തവം പറഞ്ഞാൽ ഈ മുസ്ലിം പ്രീണനത്തിലൂടെ മറ്റുള്ളവരെ അപരവൽക്കരിച്ചുകൊണ്ട് ഈ രണ്ട് കൂട്ടരും അധികാരത്തിന് വേണ്ടി മുസ്ലിം പ്രീതി പിടിച്ചു പറ്റുകയാണ്, അത് നേടുകയാണ്. ഇതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന്റെ കൗണ്ടറാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അതിന്റെ കൃത്യമായിട്ട് അതെ അതിന്റെ കൗണ്ടർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ കേരളത്തിൽ ജീവിക്കാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. മൈസൂർ പോയി നിന്നാണ് പിന്നെ നമ്മളൊക്കെ പറയുന്നത് എന്താ, വിശ്വാസം എന്താ, പരശുരാമൻ ഗോകർണത്തുനിന്ന് മഴുവെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്നാണല്ലോ കഥ. അപ്പോൾ അദ്ദേഹം മൈസൂര് ചെന്ന് എന്നാ പറയുന്നത്, തിരിഞ്ഞിങ്ങോട്ട് തെക്കോട്ട് നോക്കി എന്താ പറഞ്ഞത്, കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ഐക്യം അനിവാര്യമാണ്. എത്ര കൃത്യമാണ് ആ രാഷ്ട്രീയം. ആരെയാണ് അവിടെ കൃത്യമായിട്ട് ഈ ഇടത് വലത് പ്രീണന രാഷ്ട്രീയത്തെ അദ്ദേഹം കടന്നാക്രമിക്കുകയാണ്. ഇനി ഭരണഘടനയ്ക്ക് മേലെ ഒരു മതനിയമവും നടപ്പാക്കാൻ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും അതിനെ ഞങ്ങൾ എതിർക്കും. അത് വഖഫിന് ഇട്ടുള്ള പണിയാണ്. ഈ വഖഫ് അധിനിവേശം അതൊരു പ്രാകൃത സംസ്കാരമാണ്. പറയേണ്ട പോയിന്റുകളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. കാരണം നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇത് ശരിയല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ മുസ്ലിങ്ങളും കൂടിയാണെന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മതം മനുഷ്യന് വേണ്ടിയാകണം. അപ്പോൾ അത് ആർക്കൊക്കെയാണ് കൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ അല്ലേ. ഈ മുസ്ലിം മതനിയമങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതാകണം, അത് മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാകരുത് എന്നാണ് അതിൻ്റെ അടിവരയിട്ട് പറയുകയാണ് അദ്ദേഹം. ഈ വാക്കുകൾക്കിടയിൽ അർത്ഥം ഒളിഞ്ഞു കിടക്കുകയാണ്. വരികൾക്കിടയിൽ വായിച്ചാൽ അത് മനസ്സിലാവും. പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മതം മനുഷ്യന് വേണ്ടിയാകണം. ഈ ഇടതും വലതും ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് നഗ്നമായ മുസ്ലിം പ്രീണനം നടത്തുകയാണ്. അതിന് അവർക്ക് ഒരു നാണവുമില്ല. യോഗം പ്രവർത്തകർ ഈ പരമ്പരാഗത രാഷ്ട്രീയ തടവറ വിട്ടിറങ്ങണം. വ്യക്തമല്ലേ? വ്യക്തമല്ലേ? ഞാൻ ഉള്ളത് പറയും, ഒത്തു പറയില്ല. രാഷ്ട്രീയക്കാർ കല്ലെറിയുന്നത് എനിക്ക് പ്രശ്നമല്ല. യോഗം ഒരു പാർട്ടിയല്ല, സമുദായ സംഘടനയാണ്. ആർജവത്തോടെ നിലപാട് പറയും, അതൊരു പോരാട്ടമാണ്. അതാരെ വേദനിപ്പിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇതിനിടയ്ക്ക് CPMനെ കൃത്യമായിട്ടൊരു കൊട്ടും കുട്ടിയിട്ടുണ്ട്. ഈഴവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടാൻ വരരുത്. പാർട്ടിക്കാർ പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതി. ഈഴവൻ്റെ കാര്യം പറയാൻ ഇവിടെ വേറെ ആളുണ്ട്
എത്ര എത്ര കൃത്യമാണ് എന്ന് വെച്ചാൽ തകർന്ന് ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ മസ്തകത്തിലാണ് ഓരോ അടിയും ചെന്ന് കൊള്ളുന്നത്. അനാവശ്യമായി യോഗ കാര്യങ്ങളിൽ ഇടപെടുന്നവർ സ്വയം അയോഗ്യരാകും. എത്ര കൃത്യമാണ് മാഷേ ഈ രാഷ്ട്രീയം. ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വർഗീയതയും തോന്നും. അദ്ദേഹം സത്യം പറഞ്ഞ ഒരു വർഗീയതയും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വർഗരാഷ്ട്രീയം അല്ല പറഞ്ഞത്, സ്വത്തു രാഷ്ട്രീയമാണ് പറഞ്ഞത്. സ്വത്തു രാഷ്ട്രീയം കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ തന്നെയാണ് ആർക്കെങ്കിലും വേദനിക്കുമെങ്കിൽ അത് വേദനിക്കാൻ ഇടയുള്ള ഒരാൾ പണ്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ്. മതം ഏതായാലും മതി, മനുഷ്യൻ നന്നായാലും മതി. ഇപ്പോൾ ഇവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് വർക്കല ശിവഗിരി എന്ന് മാത്രമല്ല കേരളവും ഇന്ത്യയും ഒക്കെ അതിന് ബാധകമാണ്. അങ്ങനെ ഒരാൾ രാഷ്ട്രീയം പറയുന്നു എന്നതാണ്. മാനവികത മറന്ന് മനുഷ്യന്റെ ഒരുമയെ മറന്ന് കൃത്യമായി വെള്ളാപ്പള്ളി നടേശനെ ഇനി മുതൽ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല, കുറുക്കനെന്നോ ശൃഗാലനെന്നോ ഒന്നും ഞാൻ വിളിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി ഏറ്റവും ഒരു രാഷ്ട്രീയത്തിലെ കുതന്ത്രശാലിയായ ഒരു നേതാവായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക്, ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കേ അല്ല. ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്, ഈ ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരുന്നത്, ഈ സൂത്രവാക്യം മുന്നോട്ട് വെക്കേണ്ടിയിരുന്നത് ആരാണ് എന്ന് മാരാർജി ഭവനിലിരുന്ന് ആലോചിക്കേണ്ടവർ ആലോചിക്കണം. അതെ, അവർക്ക് അവരുടെ തലയിൽ നിലാവ് മാറിയിട്ട് പ്രകാശം ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ആ കസേര ഒഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ അവിടെ ഇരുത്തുക എന്നുള്ളതും കൂടിയാണ്. തീർച്ചയായിട്ടും.